വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ നൂറിനാട് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയെ കാണാൻ വിദ്യാഭ്യാസ മന്ത്രി എത്തും. നിലവിൽ മുത്തശ്ശിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞിനെ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സന്ദർശിക്കും. കുട്ടിയുടെ അച്ഛൻ അൻസാറും രണ്ടാനമ്മയും ഇന്നലെ പിടിയിലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കുട്ടിയെ സന്ദർശിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആവശ്യമെങ്കിൽ കുട്ടിയുടെ സംരക്ഷണം ഈ ഒരു ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഏകദേശം 11 മണിയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ 4ാം ക്ലാസ്സുകാരിയെ സന്ദർശിക്കുക. എന്തായാലും കുട്ടി ഇപ്പോൾ ഉള്ളത് ചാരമ്മൂടുള്ള ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ താൽക്കാലിക സംരക്ഷണം ഈ മുത്തശ്ശിയെ, കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഏകദേശം 11 മണിയോട് കൂടി ഈ ചാരമ്മൂടുള്ള വീട്ടിലെത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടിയെ സന്ദർശിക്കും. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെയാണ് ഈ കുട്ടിയുടെ അച്ഛനെയും അതോടൊപ്പം രണ്ടാനമ്മയും, അച്ഛൻ അൻസാറിനെയും രണ്ടാനമ്മ ഷബീനെയും പോലീസ് പിടികൂടിയത്. അതോടൊപ്പം ഈ മർദ്ദനത്തിൻ്റെ വാർത്തയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായാണ് പുറത്തു വരുന്നത്. കുട്ടിയുടെ കവിളിലെ പാട് കണ്ടതിന് ശേഷം ഈ സ്കൂൾ അധികൃതർ ചോദിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഈ സ്കൂൾ അധികൃതർ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ശിശുക്ഷേമ സമിതി ജില്ലാ ഓഫീസിനോടും നൂറിനാട് പോലീസിനോടും വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും 7 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഈ രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു കാര്യത്തിൽ നടപടിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അടക്കം കൊല്ലത്ത് ഇത്തരത്തിലുള്ള ഒരു കേസ്, അച്ഛൻ കുട്ടികളെ ഉപദ്രവിച്ചതായിട്ടുള്ള കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം കേസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നടപടിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടാനമ്മ, രണ്ടാനച്ഛൻ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ, അത്തരം കുട്ടികളുടെ കണക്കെടുക്കാനും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സംരക്ഷണം സ്കൂളുകളിലടക്കം ഉറപ്പാക്കാനുമെല്ലാം, ഇത്തരം കുട്ടികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണം എന്നുള്ള ഒരു കാര്യമെല്ലാം അധ്യാപകരോട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നൂറിനാട് പോലീസ് എടുത്ത കേസിൽ ഈ അച്ഛൻ 1ാം പ്രതിയും രണ്ടാനമ്മ 2ാം പ്രതിയുമാണ് ചേർത്തിട്ടുള്ളത്. കുട്ടിയെ ചീത്ത വിളിച്ചതിനും അതോടൊപ്പം തന്നെ മർദ്ദിച്ചതിനും BNS 296B 115 തുടങ്ങിയ വകുപ്പുകളും അതോടൊപ്പം തന്നെ JJ ആക്ടിലെ 75ാം വകുപ്പ് പ്രകാരവുമാണ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ശിശുക്ഷേമ സമിതി അടക്കം പറഞ്ഞ ഒരു കാര്യമാണ്, കുട്ടിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ശിശുക്ഷേമ സമിതി തന്നെ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പഠന ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്കൂളുകൾ അതിന് വേണ്ട ചിലവുകളെല്ലാം കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെ അതിന് വേണ്ട ചിലവ് ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യമെല്ലാം അറിയിച്ചിരുന്നു. ദീപ്തി, ശരി. ആലപ്പുഴ നൂറിനാട് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ച 4ാം ക്ലാസ്സുകാരിയെ കാണാൻ വിദ്യാഭ്യാസ മന്ത്രി എത്തും. നിലവിൽ മുത്തശ്ശിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞിനെ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സന്ദർശിക്കും. കുട്ടിയുടെ അച്ഛൻ അൻസാറും രണ്ടാനമ്മയും ഇന്നലെ പിടിയിലായിരുന്നു. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 14-കാരനെ +1 വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കാഞ്ഞങ്ങാട്